നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആശംസകൾ നേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. പുതിയ സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയുണ്ടാകുമെന്നും മോദിയുടെ ഉറപ്പ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശൻ ജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും മോദി എക്സിൽ മലയാളത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആശംസകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തേടി എത്തിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ ഔദ്യോഗിക ഓഫീസുകൾ സംബന്ധിച്ച ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റിൽ പൂർത്തിയായി. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകൾ ഒരേ നിലയിലായിരിക്കും പ്രവർത്തിക്കുക. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ 3ാം നിലയിലാണ് ഇരുവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുക. രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് നോർത്ത് ബ്ലോക്കിന്റെ 2ാം നിലയിലായിരിക്കും. മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴുള്ള തന്റെ പഴയ ഓഫീസിലേക്ക് തന്നെയാണ് ചെന്നിത്തല തിരിച്ചെത്തുന്നത്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി, എ.പി. അനിൽകുമാർ എന്നിവർ മുൻപ് മന്ത്രിമാരായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പഴയ ഓഫീസുകൾ തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറിയിരിക്കുന്നു. 2 പേർ സഗൗരവും ബാക്കി 19 പേർ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം കൗതുകകരമായ ചില കാഴ്ചകൾ വേദിയിലുണ്ടായി. അതായത് ഈ വേദിയിലേക്ക് ഒരമ്മ വന്നിരിക്കുകയാണ്. വി.ഡി. സതീശൻ തൻ്റെ മകനാണ്, തൻ്റെ മകനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. തൻ്റെ മകൻ മരിച്ചുപോയി, തൻ്റെ മകനെ പോലെയാണ് താൻ ഈ വി.ഡി. സതീശനെ കാണുന്നതെന്ന് പറഞ്ഞൊരു അമ്മ വേദിയിലേക്ക് എത്തി. വി.ഡി. സതീശനെ ഒന്ന് കണ്ടാൽ മതി എന്ന ആഗ്രഹവുമായിട്ട് സീതാലക്ഷ്മി അമ്മാൾ എന്ന അമ്മയാണ് എത്തിയത്. ഒടുവിൽ സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരു ചേർത്ത് പിടിക്കൽ നിമിഷങ്ങളായത് മാറുകയും ചെയ്തു. അതായത് ഇവർ വേദിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു വേദിയിൽ. രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയും വി.ഡി. സതീശൻ ഈ അമ്മയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഒടുവിൽ അമ്മ ആ വേദിയിലെത്തി വി.ഡി. സതീശനെ അനുഗ്രഹിച്ചാണ് മടങ്ങിയത്. അത് ഒരു കൗതുക നിമിഷമായി മാറുകയുണ്ടായി. സീതാലക്ഷ്മി അമ്മാൾ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ വേദിയിലേക്ക് എത്തി വി.ഡി. സതീശന് ആശംസകൾ അറിയിച്ചത്. എൻ്റെ മകനാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയുണ്ടായി. അതിനുശേഷം അമ്മയെ മടക്കി അയക്കുകയും ചെയ്തു. എന്തായാലും വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോകും. ഒരിക്കൽ പിണറായി വിജയൻ്റെ അടുത്തേക്ക് ഒരു അമ്മ വേദിയിലെത്തിയപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ അദ്ദേഹം പെരുമാറിയതൊക്കെ ഈ സമയത്ത് ഓർത്തു പോകും. ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓർത്തു പോകും. അതേസമയം ഇന്ന് വലിയ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ്, പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ UDF സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇനി മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാരുടെ ഔദ്യോഗിക ഓഫീസുകൾ സംബന്ധിച്ച ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റിൽ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന് 13ാമത് മുഖ്യമന്ത്രിയായിട്ടാണ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുന്നത്. മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ പോയത് ലോക് ഭവനിലേക്കായിരുന്നു. എല്ലാവർക്കും അവിടെ വിരുന്നൊരുക്കിയിരുന്നു. ലോക് ഭവനിലെ വിരുന്നിന് ശേഷം വാർത്താ സമ്മേളനം, വൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേരളം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു സെൻട്രൽ സ്റ്റേഡിയം. രാവിലെ 7:30 തന്നെ ഈ സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങളിൽ ഭൂരിഭാഗവും നിറഞ്ഞിരുന്നു. VVIPകളുടെ നീണ്ട നിര തന്നെ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. തലസ്ഥാനത്ത് കനത്ത സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, D.K. ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരും വേദിയിലെത്തിയിരുന്നു. എന്തായാലും അവിടുത്തെ ചില കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്, ദൃശ്യങ്ങളിലേക്ക്. നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിശ്വസ്തയോടും മനസാക്ഷിയും ഉന്നതിയും നിർവഹിക്കുന്നതും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ ഭീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും
നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിർവ്യാജമായ വിശ്വസ്തയും പൂർവ്വം പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിലെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിലുള്ള ജനപ്രതിനിധിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ ഉദ്ദേശമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രഖ്യാപിതമാക്കുകയും എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കഴിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.